ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അതൊന്നുമല്ല, നമ്മളുടെ റോപ്പ് ഹീറോ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അതിൻ്റെ പേര് വേറെയാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ പേര് കൊള്ളാത്തതുകൊണ്ടാണ് ഞാൻ റോപ്പ് ഹീറോ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ ഗെയിം പ്ലേ കാണാം. ഓക്കെ ഗായ്സ്, അങ്ങനെ ലോഡായി വരികയാണ് ഗായ്സ്. എൻ്റെ പ്ലെയർ വന്നിരിക്കുന്നു. ഇതാണ് എൻ്റെ പ്ലെയർ. കാണാൻ സുന്ദരനല്ലേ ഗൈസ്? അങ്ങനെ ഞാൻ സ്റ്റാർട്ട് കൊടുത്തു. ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ആ സ്റ്റാർ കൊടുക്കാൻ പറയുന്നു ഗൈസ്. ഞാൻ അതൊന്നും കൊടുക്കൂല. പിന്നൂടെ കണ്ടു ഗൈസ്, എൻ്റെ ഈ തോക്കുണ്ട്. ഈ കാറാണ് എനിക്ക് വേണ്ടത് ഗൈസ്. നമ്മൾക്ക് അവൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി എടുത്താലോ? പക്ഷെ അത് പറ്റൂല. അവൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി എടുക്കാതെ ആ കാർ നെഞ്ചിലേറ്റതുപോലെയാണ് ഗൈസ്. ഗായ്സ്, അങ്ങനെ ഹെലികോപ്റ്ററാണ് നമ്മൾ ഇതെടുക്കാൻ പോണത്. അങ്ങനെ നമ്മൾ ഹെലികോപ്റ്റർ എടുത്തു. അങ്ങനെ നമ്മൾ ഹെലികോപ്റ്ററിൽ കയറിയിരിക്കുകയാണ് ഗായ്സ്. പോണ ഇറക്കാൻ കൊണ്ട് വണ്ടി കൊണ്ട് അവൻ്റെ ഒരു വണ്ടി കൊതിപ്പിക്കാൻ വന്നിരിക്കുന്നു. കൊതിപ്പിക്കാൻ ഗായ്സ്, നമ്മളങ്ങനെ ഡെവലപ്പ് കൊടുത്തു ഗായ്സ്. ഇതെന്തോ ഒരു പരസ്യമാണ് ഗായ്സ്, അല്ലാതെ കഷ്ടമാണ് ഗായ്സ് ഈ പരസ്യം. അത് നമ്മൾ കാര്യമാക്കണ്ട. നമ്മൾ കളിയിലോട്ട് വന്നിരിക്കുന്നു ഗായ്സ്. കണ്ട ഗായ്സ്, എനിക്ക് ഭയങ്കര ബാലൻസാണ്. ഞാൻ ഹെലികോപ്റ്റർ ചരിച്ചും മരിച്ചും തിരിച്ചും എല്ലാം ചോട്ടിക്കുന്നുണ്ട് ഗൈസ്. ഗൈസ്, ഇതെന്താണ് ഗൈസ്? ക്രാഷ് ലാൻഡിംഗ് ഗൈസ്. എൻ്റെ ഹെലികോപ്റ്ററിൻ്റെ പകുതി ഭാഗം പൊട്ടിപ്പോ ഗൈസ്. ഒന്ന് വായിലൊന്ന് ആ വാക്ക് തൊട്ടതേ ഉള്ളു. അതിൻ്റെ ഉണ്ട് അതായി. നമ്മളങ്ങനെ അതിൻ്റെ ഓരോരോ ശിഖലിലായിട്ട് വലിഞ്ഞേറി നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി, ഹെലികോപ്റ്ററിൻ്റെ അകത്ത് കയറി. പിന്നെ നമ്മൾ അടിച്ചടിച്ച് കയറി വരുമല്ലേ ഗായ്സ്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നേരെ ബ്രൂമിന് അങ്ങോട്ട് വിട്ട് ഗായ്സ്. എന്നിട്ട് ഇവിടെ എത്തി. ഈ വണ്ടി കൊള്ളൂലല്ലേ ഗായ്സ്, കൊള്ളൂലുണ്ട്. ഇതെന്താണ് ഗായ്സ്? അത്ഭുതമോ? ഞാൻ ആഗ്രഹിച്ച വണ്ടിയാണ് ഗായ്സ്. നമുക്കൊന്ന് പതുക്കെ പതുക്കെ ഒന്ന് അനക്കി പോവാം. എല്ലാം തകരുപാടുകളും എല്ലാം പറ്റാൻ ചേർത്ത പോലെ ഇതുപോലെ ആയിപ്പോകും ഗായ്സ്. അതുകൊണ്ട് നമ്മൾ ഒരു തകരുപാടുകളും പറ്റാതെ നമ്മളൊരു ഉറുമ്പിനെ പോലും മോഷ്ടിക്കാതെ നമ്മളത് കൊണ്ടുപോകണം. ഉറുമ്പിൻ്റെ അത്ര ഉറുമ്പുകൊണ്ടൊരു ആമയുടെ അത്ര പോലും സ്പീഡ് അതിന് വരാൻ പാടില്ല. റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് സ്പീഡാവാം. വലിയളിയാ മാറളിയാ ഇങ്ങോട്ട്, ഞങ്ങളൊന്ന് പോട്ടളിയാ. നമ്മൾ റോഡിൽ എത്തിയിരിക്കുന്നു. നമ്മളങ്ങനെ വളയ്ക്കാൻ പോവുകയാണ്. നമ്മളത് കാര്യമാക്കണ്ട. നമ്മൾ പിന്നെയും ഗെയിമിലോട്ട് കയറിയിരിക്കുന്നു.
ഇനി നമുക്ക് അവിടെ എന്തോ നോക്കാം. എന്റെ വണ്ടിയിൽ ആരെങ്കിലും ഒരു ചാവലെല്ലാം ചപ്പണം കുത്തുപ്പോ ജസ്റ്റ് അതൊന്ന് പറഞ്ഞിട്ട് വായിലോട്ട് നാവിട്ടില്ല. അതിന്റെ ഉള്ളിൽ അവന് കൊണ്ടുവന്നു ഇടിച്ച് അവന്റെ ബാക്ക് ഞാൻ ചപ്പളിച്ച് കഴിച്ചു. തോക്കങ്ങോട്ട് ഇടുക. എന്റെ അടുത്ത് അവൻ്റെ ഒരു കളി. അങ്ങോട്ട് ഇറങ്ങി കഴിച്ചു നോക്കിയപ്പോ അവനൊക്കെ ഇറങ്ങി പോയി കഴിച്ചു. ഞാനൊന്നും നോക്കിയില്ല. തോക്കെടുത്തോണ്ട് അങ്ങോട്ട് പോന്നു കഴിച്ചു. ഇറങ്ങി ഓടുക. പിന്നെ ചോദിക്കുമ്പോ ഡാൻസ് ചെയ്യുന്ന ഡിസ്കോ ഡാൻസ് നോക്കിയപ്പോ അവിടെയൊക്കെ പോയി. എന്താണോ അങ്ങനെ നമ്മളവനെ കുറെ വട്ടമിട്ട് ഡാൻസ് കളിപ്പിച്ച് എന്നിട്ടാണ് നമ്മൾ നോക്കിയപ്പോൾ അവൻ പോയി. അപ്പോഴത്തേക്ക് ഞാനൊരു വീടിൻ്റെ മണ്ടയിൽ വലിഞ്ഞു കയറി. വലിഞ്ഞു കയറിയിട്ട് ഓടിൻ്റെ മണ്ടയിലൊക്കെ നമ്മളങ്ങോട്ട് കയറുകയാണ്. ഇലകൊന്നും മുഖത്തടിച്ചു ഗൈസ്. ഇതാരുടെ മനസ്സിലാവുന്നില്ല. തന്നാനിന്താനേ താനിന്താനോ താനേ ഞാനേനോ തന്നാനിന്താനേ താനിന്താനോ താനേ ഞാനേനോ. അന്ന് നമ്മൾ കാര്യമാക്കണ്ട. എന്തോ ടോട്ടൽ 0. അന്നാ എനിക്ക് 0 പറ്റൂല. അവനെന്നെ തോപ്പിച്ചതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ എല്ലാത്തിനെയും കൊല്ലും. പോലീസ് ഒന്നാണ് മാറണ്ണ. ഓഹോ ഗൈസ്, ഈ ലെവലപ്പ് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ് ഗൈസ്. ഭയങ്കര കഷ്ടമാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കളിയിലോട്ട് കയറിയിരിക്കുന്നു. ഗൈസ്, ഞാനിതെന്താണ് ഗൈസ് ഒരു പാറയുടെ മുകളിലൊക്കെ കൊണ്ടുവന്ന് അവന് വെച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ കുറെ ആളെ ഇങ്ങോട്ട് വെച്ച് അങ്ങനെ നമ്മൾ ഫോണിൽ എല്ലായിടത്തിലും കൊണ്ടിരിക്കുന്നു. ഇവന് പകണ്ടോ? ഒന്നിനെ ഞാൻ വിടൂല. എന്റെ കൈ വന്നാലോ ഒന്നിനെ ഞാൻ വിടൂല. കൊന്നു ഓഹോ എന്റെ കയ്യിൽ നിർത്ത് വന്നിട്ട് രക്ഷപ്പെടുന്നത് ഞാനായാലും അവനെ ഞാൻ കൊന്നിരിക്കും.
പെണ്ണിനെ നമ്മൾക്ക് ചവിട്ടിക്കൊല്ലാം ഗൈസ്. ഒറ്റച്ചവിട്ട ഗൈസ്. ഏത് കഴിച്ചാൽ പറ്റും. അങ്ങനെ പുതിയ ഒരുത്താനെയും കൂടെ നമ്മൾ വെടിവെച്ചിട്ടിരിക്കുന്നത്. ഒരുത്താനെയും കൂടി നമ്മൾ വെടിവെച്ചിട്ടിട്ട് രണ്ടാമനായിട്ട് നമ്മൾ ഓടുകയാണ് ഗൈസ്. ഇതെന്താണ് ഗൈസ്? വീണ്ടും പരസ്യമോ? അത് നമ്മൾ കാര്യമാക്കണ്ട. നമ്മൾ വീണ്ടും മൂന്നേനെ കൊല്ലാൻ പോകും ഗൈസ്. അത് കട ഉണ്ടാക്കിയവരെ കൊന്നു, പിന്നെ രണ്ടുപേരെ കൊന്നു, ഭാഗത്തവരെ കൊന്നു. ശരി, ഇവിടെ കടയാണെന്ന് പോയി മനുഷ്യനും ഇവിടെ കാണത്തില്ല. മാത്രമേ ഇവിടെ കാണാം. ചോണ്ടി കൊന്നു ഇനി നമ്മൾ ഇപ്പൊ എനിക്കൊരു വണ്ടിയാണ് വേണ്ടത്. ഞാൻ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി കയറിയിരിക്കുന്നു. കയറിയിട്ട് നേരെ പോവുകയാണ്. നേരെ വളച്ചങ്ങോട്ട് വളച്ചു പോയി. ഇതെന്താണ്? പട്ടാളക്കാരോ? അവരുടെ കയ്യിലിരിക്കുന്ന ഹെലികോപ്റ്റർ എടുക്കാം ഗൈസ്. ഇങ്ങനെ നമ്മൾ അവരുടെ കയ്യിലിരിക്കുന്ന ഹെലികോപ്റ്റർ എടുക്കാനാണ് ഗൈസ് പോകുന്നത്. ഇതെന്താണ് ഗൈസ്? ഇടയ്ക്കൊരു ടെസ്റ്റോ? ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ എന്താണ് ഗൈസ് വീണ് പോയത്? കമന്റിലൂടെ പറയുക ഗൈസ്. നമ്മുടെ കണ്ടു പട്ടാളക്കാരെ കൊണ്ടിട്ട് ഓടും കൊല്ലാൻ പോവുകയാണ്. നമ്മൾ ഓരോരോ പട്ടാളക്കാരെ കൊന്നിട്ട് നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ അവസാനം നമുക്ക് ഹെലികോപ്റ്റർ അവരുടെ പിടിച്ചെടുക്കാൻ പറ്റി ഗൈസ്. അങ്ങനെ നമ്മൾ ഹെലികോപ്റ്ററിൻ്റെ അകത്ത് പോവുകയാണ് ഗൈസ്. ഇതെന്താണ്? പിന്നെയും പരസ്യമോ? ബാക്കടിച്ചിട്ട് എടുക്കാം ഗൈസ്. അതൊന്നും നമ്മളിപ്പോൾ കാര്യമാക്കണ്ട. ഇതാണ് ഓരോരോ സിറ്റികൾ. നമുക്ക് എന്നിട്ട് അതിൻ്റെ അകത്തൊരു വെടിയിട്ട് നോക്കാം എങ്ങനെ ഇരിക്കുന്നു. അല്ല ഗൈസ്, നല്ലതുപോലെ ഇരിക്കുമല്ലോ ഗൈസ്. എന്താണ് കഥയിലെ വില്ലനെ താരോട്ടിട്ടിരിക്കുന്നു ഗൈസ്. എന്നാലും എനിക്കൊന്നും പറ്റിയില്ല. ഇതൊന്നും ഒന്നായിപ്പോ ഇത്ര വീടട്ടൊന്നും പറ്റാത്തത്. അങ്ങനെ എൻ്റെ കൺമുമ്പിൽ കാണുന്നവനെ ഞാൻ വെടിവെക്കും ഗൈസ്. അങ്ങനെ ഞാൻ വീണ്ടും ഡ്രസ്സ് മാറി ഒരു വണ്ടിക്കകത്ത് കൂടി കയറിയിരിക്കുന്നു. അവനെ തള്ളി അങ്ങോട്ട് ഇട്ട് ഗൈസ്. ഗൈസ്, അവനൊക്കെ എൻ്റെ മുമ്പിൽ കുത്തിയിരിക്കുന്നു. അവനെ ഉപ്പം നമ്മൾ ഇടിച്ചിടും ഗൈസ്. മാളൊക്കെ അങ്ങോട്ട് ഇടും നമ്മൾ. നോക്കിക്കോ ഗൈസ്. നമ്മളങ്ങനെ ഇടിച്ചിട്ടിരിക്കുന്നു.